രാമക്ഷേത്രം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഞായറാഴ്ച അയോധ്യയിൽ സംഘപരിവാർ ധർമ്മസഭ നടക്കാനിരിക്കെ അയോധ്യയിലും ഫൈസാബാദിലും എന്തും സംഭവിക്കാമെന്ന അവസ്ഥയാണുള്ളത്. 2 ലക്ഷത്തോളം പേരെ അണിനിരത്തി കർസേവയ്ക്ക് സമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യം. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം ലക്ഷ്യമിട്ടാണ് നീക്കങ്ങൾ. അയോധ്യ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. വിഷയത്തിൽ ഉടൻ തീരുമാനം വേണമെന്ന പരിവാറുകാരുടെ ആവശ്യം കോടതി തള്ളിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് നിയമം ലംഘിക്കാനുള്ള നീക്കം. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം ലക്ഷ്യം വെച്ച് പുതിയ 25,000 സൈനികുകളെ ബജ്രംഗദളിൽ ചേർക്കുമെന്ന് VHP പ്രഖ്യാപിച്ചിരുന്നു. ഇവരിൽ കുറച്ചുപേർക്ക് തൃശൂലം ഉപയോഗിക്കാനുള്ള പരിശീലനം നൽകുമെന്ന് VHP പറഞ്ഞതായി ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്തിരുന്നു. ആവശ്യമെങ്കിൽ ബജ്രംഗദളിന്റെ അണികൾക്ക് ഏത് സമയവും അയോധ്യയിലേക്ക് മാർച്ച് ചെയ്ത് ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ സാധിക്കുമെന്ന് VHP അവധ് സംഘടനാ സെക്രട്ടറി ബോലേന്ദ്ര പ്രസ്താവനയിൽ പറഞ്ഞതായും ഹിന്ദു റിപ്പോർട്ട് ചെയ്തിരുന്നു. ആയുധ പരിശീലനം ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും ഹിന്ദു മതത്തെയും സംസ്കാരത്തെയും സംരക്ഷിക്കാനാണ് ഇത്തരം പരിശീലനങ്ങളെന്നും ബോലേന്ദ്ര പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് നാളത്തെ മാർച്ചിൽ ഭീതി ശക്തമാകുന്നത്. ക്ഷേത്രം വേണമെന്ന ആവശ്യവുമായി കൂടുതൽ ഹിന്ദു സംഘടനകൾ പ്രദേശത്ത് തടിച്ചുകൂടുന്നുണ്ട്. 1992 ഡിസംബർ 6-ന് സമാനമായ രീതിയിലായിരുന്നു ആളുകൾ സംഘടിച്ചത്. അന്ന് പള്ളികൾ നശിപ്പിച്ചു, ബാബരി മസ്ജിദ് തകർക്കുകയും ചെയ്തു. ബാബരി മസ്ജിദ് വിഷയത്തിൽ വിവാദ പ്രസ്താവനയുമായി ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് രംഗത്ത് വന്നിരുന്നു. 17 മിനിറ്റ് കൊണ്ട് ബാബരി മസ്ജിദ് തകർക്കാമെങ്കിൽ രാമക്ഷേത്രത്തിന് ഓർഡിനൻസ് കൊണ്ടുവരാൻ എന്താണ് താമസമെന്ന് BJPയോട് സഞ്ജയ് ചോദിക്കുന്നു. രാമക്ഷേത്ര നിർമ്മാണത്തെ പിന്തുണയ്ക്കാത്തവർക്ക് രാജ്യത്ത് ജീവിക്കാനാവില്ലെന്നും ശിവസേന നേതാവ് പ്രഖ്യാപിച്ചു. അയോധ്യ കേസിൽ എന്ത് വിധി വന്നാലും ക്ഷേത്ര നിർമ്മാണത്തിന് തീയതി ഉടൻ പ്രഖ്യാപിക്കണമെന്ന കടുത്ത നിലപാടിലാണ് സന്യാസി വിഭാഗം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വികസനത്തെക്കാൾ രാമനാണ് വടക്കേ ഇന്ത്യയിൽ ആയുധമെന്ന് അവർ കരുതുന്നു. അതുകൊണ്ട് തന്നെ അയോധ്യ വിഷയം വീണ്ടും കത്തിക്കാനാണ് ശ്രമം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.